അമ്പിളി ഡേ ലച്ചുവിന് ഫുഡ് കൊടുത്താ? അത് കൊടുത്ത് കുടിച്ചോ? ഇനി ഞാൻ രാത്രി എന്ത് ചെയ്യും? പോയി വാങ്ങിച്ചോണ്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വന്നാലും മതി. പിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ? നിന്നെ പേടി ചെയ്തവർ ഒളിപ്പിച്ചു വെച്ചത് കേട്ടോ. അപ്പൊ നീ എന്നെക്കാളും വലിയ കുടിക്കാരി ആയല്ല. ഞാനിത് പണ്ടേ തുടങ്ങണ്ടായിരുന്നു, അല്പം താമസിച്ചു പോയി. ഇവിടെ നമ്മുടെ മോളിരിക്കുന്ന കണ്ടില്ലേ? ഓ, നിങ്ങൾക്ക് എന്ന് മുതലാ മോളുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ വന്നത്? അവക്കറിയാം അവളുടെ അമ്മ പാവമാണെന്ന്. ഡോ, നിങ്ങളാ എന്നെ ഈ നിലയിലാക്കിയെന്ന് അവക്ക് മനസ്സിലാവട്ടെ. അമ്പിളി, നീ എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? എടി, ഞാൻ പറഞ്ഞിട്ടാണ് നീ കുടിക്കാൻ തുടങ്ങിയ? അല്ല, രഘുവേട്ടൻ പറഞ്ഞിട്ടല്ല, നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ കുടിക്കാൻ തുടങ്ങിയത്. കുടിച്ച എല്ലാ വിഷമങ്ങളും മാറുമെന്ന് നിങ്ങളിലൂടെയാ ഞാൻ പഠിച്ചത്. അപ്പൊ പിന്നെ നിങ്ങൾ കാരണം എനിക്കുണ്ടാവുന്ന വിഷമോ സങ്കടമോ ഒക്കെ നിങ്ങൾ കൊണ്ടുവരുന്ന മദ്യം കഴിച്ച് മാറ്റാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അതിനിപ്പോ എന്താ തെറ്റ്? ഓ, ഇനിയിപ്പോ അങ്ങനെയാണല്ലേ? അവിടെ വെച്ചു വെക്കാൻ മനസ്സില്ല. ഇതെനിക്ക് വേണം. അമ്പിളി, പറയുന്നേക്കും കളിക്കല്ലേ? അമ്പിളി പറയുന്ന എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ കൂടി നിർത്താൻ താൻ ആരാ? ഇങ്ങോട്ട് താ, കുപ്പി തരാം. എന്റെ കുപ്പി താഴെ ഇടൂലടി. താൻ എന്നെ തല്ലിയല്ലേ? തന്നെ ഞാനിത് തീർക്കും. എന്നെ തല്ലറായല്ലടി. എന്നെ തല്ലി നിന്നെ ഞാനോടല്ല. കൊറേ നേരായി നീ തിരിച്ചു തല്ലുവല്ലേ? നിന്നെ ഞാൻ കൊല്ലൂടി. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം, ഇല്ലെങ്കിൽ രഘുവിനെ തനി കുണം നീ അറിയും. കേട്ടാടി? നിങ്ങളെ എന്നെ ഒരു ചുക്കം ചെയ്യില്ല. ധൈര്യം തൊട്ട് നോക്ക്, അപ്പൊ അറിയാൻ തനിക്ക് ഞാൻ ആരാണെന്ന്. കുപ്പി താഴെ. ഇല്ല, കുപ്പി താഴെ. ഞാൻ ചാവും. കളിക്കല്ലേ? കുപ്പി താഴെ. കുപ്പി താഴെ. താഴെ ഭ്രാന്ത് പിടിപ്പിക്കലേ? അമ്പിളി, മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടോ. അത് താഴെയാണ് പറഞ്ഞേ. അമ്പിളി, കുപ്പി താഴെ. അമ്പിളി, കഥക് തുറക്കാം. അമ്പിളി, കഥക് തുറക്കാൻ. അമ്പിളിയുടെ ജീവിതം നശിപ്പിച്ചതേ മര്യാദക്ക് കഥ തുറന്നോ? നിങ്ങൾ ഒറ്റ എന്നെ ഇനി ശല്യം ചെയ്യരുത്. ശല്യം ചെയ്താലേ എന്റെ ശവം തന്നെ കൂടെ ഞാൻ തീറ്റിക്കും. പറഞ്ഞത് കേട്ടില്ലേ? പോടോ. നീ മര്യാദക്ക് കഥ തുറന്നോ? നീ എന്താ വെച്ചാ ചെയ്. ചാവെങ്കിൽ ചാവ്. ഒരു മാരണങ്ങള്. വെള്ളം അടിച്ചാലേ വയറ്റിൽ കിടക്കണം. വയറ്റില്. എടി അമ്പിളി, ഇനി ഈ രഘുവിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി മദ്യം നിനക്ക് കിട്ടില്ല. നോക്കിക്കോ. ഇങ്ങനെ തല്ലുവല്ലേ?
എടി രഘു ആരാന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ആ കാണിച്ചു തരാം ഞാൻ. താൻ എന്നെയും എന്റെ മക്കളെ ഉപേക്ഷിച്ച് പോകുമ്പോ എനിക്ക് തന്നത് എന്റെ കൈ നിറയെ ബാധ്യതകൾ മാത്രമാ. പിന്നെ കുറെ കാലം ഞാൻ ജീവിച്ചത് മാനം കെടുത്താൻ വരുന്നവരെ ഭയന്നാ. അന്ന് എന്റെയും എന്റെ മക്കളുടെയും കാവലിന് ഒരു പട്ടിയെ വളർത്താൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. പട്ടിക്ക് കൊടുക്കുന്ന ചോറുണ്ടെങ്കിൽ എന്റെ മക്കളുടെ വിശപ്പ് മാറ്റായിരുന്നു. ആ അവസ്ഥയായിരുന്നു അന്ന് എന്റേത്. ഇന്നങ്ങനെയല്ല. ഒരു തെരുവ് പട്ടിയെ വീട്ടിൽ കെട്ടിയിട്ട് തീറ്റി പോറ്റാനുള്ള കാശൊക്കെ എന്റെ മക്കൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ തിന്നാൻ തരുന്ന ചോറിന് നന്ദി കാണിക്കണം. ആവശ്യമില്ലാത്തവരെ കാണുമ്പോ കുരയ്ക്കുകയും എന്റെ മുമ്പിൽ വാലാട്ടുകയും വേണം. അല്ലാതെ തിന്നു കൊടുക്കുമ്പോ ചോറ് നിന്ന് കൈക്ക് തന്നെ കടിക്കാൻ നോക്കരുത്. പിന്നെ ആ പല്ലുണ്ടാവില്ല വായില്. സുശീലേ, ഒരപേക്ഷയുണ്ട്. ഇതുപോലെ മക്കൾ കേൾക്കാതെ നീ എന്തുവേണം എന്നെ പറഞ്ഞോ. ദയവ് ചെയ്ത് അവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ എങ്ങനെ അപമാനിക്കരുത്. മക്കളോ? ആരുടെ മക്കള്? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. മക്കളാണ് പോലും. അവരുടെ മുമ്പിൽ തന്റെ അച്ഛൻ വീണു പോകുന്നതിൽ അങ്ങ് വീണു പോട്ടടോ. എന്റെ കിരീടം വീണു പോകുന്നു വിചാരിച്ചിട്ടല്ല. അവരുടെ മനസ്സിൽ നിനക്കുള്ള വില കുറഞ്ഞു പോകും, അതാ. ഒട്ടിക്കൊരച്ചാ മതി. അതിബുദ്ധി കാട്ടിയാലുണ്ടല്ലോ, ഒട്ടി വാങ്ങിക്കുമെന്ന് പറഞ്ഞാ വാങ്ങിക്കും.